ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പെല്ലിനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പുറത്ത് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ ഡേയുടെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പുറത്ത് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാം. അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാം. വാതിലൊർക്കും പുറത്തോടെ ഒരു കക്ഷി ഓടി നടപ്പുണ്ട്. പുള്ളി എൻ്റെ നെയ്ബറാണ്, പക്ഷെ എനിക്ക് പുള്ളിയെ നല്ല പേടിയാണ്. കാണിച്ചു തരട്ടോ. അപ്പോൾ അടുത്ത വീട്ടിലെ ഡോഗാണ്. കക്ഷി ഒരു മിന്നായം പോലെ കണ്ടോളൂ. അപ്പോഴേക്കും വീടെടുക്കാൻ തുടങ്ങി. ഇപ്പോഴേക്ക് എൻ്റെ അടുത്തേക്ക് ഓടി വന്നത്. എൻ്റെ അടുത്തേക്ക് ഓടി വരുമ്പോൾ എനിക്ക് നല്ല പേടിയാണ്. കാര്യം പറഞ്ഞാൽ അത് സ്നേഹത്തോടെയൊക്കെ വന്നെ. ചെറിയ പെട്ടികളൊക്കെ ആണെങ്കിൽ പേടിയില്ല, പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്നത് എനിക്ക് നല്ല പേടിയാണ്. ആരും പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് അതുങ്ങൾക്കൊക്കെ. പക്ഷേ അപ്പോൾ ഇനി നമുക്ക് നടക്കാം. അപ്പം നമ്മൾ ടൗൺ സെൻറ്ററിലേക്ക് പോവുകയാണ്. അവിടെ നിന്നാണ് നമ്മുടെ സ്പെഷ്യൽ ഡേക്ക് വേണ്ടി പോകുന്നത്. അപ്പോൾ ടൗൺ സെൻറ്ററിലേക്ക് നമുക്ക് ഇവിടുന്ന് ബസ് പിടിച്ച് വേണം പോകാൻ. ബസ്സിൻ്റെ ടൈമൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഇവിടെ ഒരു 10-15 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ എപ്പോഴും ബസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചെന്ന് നിന്ന് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ബസ് വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസമാണ്. അപ്പോൾ സൺസ്ക്രീനൊക്കെ ഇട്ട് കൊട്ടക്കിട്ടൊക്കെയാണ് ഇറങ്ങിയേക്കണത്. വെയിലങ്ങ് മുഖത്തേക്ക് അടിച്ച് കയറുന്ന പോലെ ഉണ്ട്. ഇടയ്ക്ക് സമ്മറിൽ UK സമ്മറാന്ന് കാണിക്കാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വെയിൽ വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷെ അങ്ങനെ സഹിക്കാൻ വയ്യാത്ത ചൂടൊന്നും ഇല്ല കേട്ടോ. നല്ല ഇങ്ങനെ പ്ലസൻ്റായിട്ട് വോമായിട്ട് നിൽക്കുന്നൊരു ഡേ പോലെ തോന്നും. അപ്പോൾ നമ്മൾ ടൗൺ സെൻറ്ററിലേക്ക് പോകാനായിട്ട് ബസ്സിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം വെയിലൊക്കെ ആയതുകൊണ്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ്. ബസ്സിൽ അധികം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്കുന്നൊക്കെ ആളുകൾ കയറുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പൊതുവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഡ്രൈവ് ചെയ്യും. പിന്നെ അത്ര ഡ്രൈവ് ചെയ്യാത്തവർ മാത്രമാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നതായിട്ടുള്ള. നമ്മളെപ്പോലെ പുറത്തുനിന്ന് വരുന്നവരും അതുപോലെ തന്നെ ഇവിടെ ഡ്രൈവ് ചെയ്യാത്തവരും ബാക്കി ഒരു മെജോറിറ്റി ഇവിടെ ഡ്രൈവ് ചെയ്യുന്നവരാണ്. ഫീമെയിൽ മെയിൽ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നവരാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ H&Mയിൽ കയറി. H&M കയറിയിട്ട് അവിടുന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു ഇറങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മൾ വന്ന് പ്രൈമാർക്കിൽ കയറി വന്നിട്ട് പിന്നെ 2-3 ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ആദ്യം ഞാനിട്ട ടോപ്പ് അതായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഉടുപ്പ് പോലത്തെ തന്നെ ഇട്ടത്. രണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമായി. ഈ ഒരു മഞ്ഞ ഉടുപ്പ് എനിക്ക് പ്രത്യേകം ഇഷ്ടമായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സമ്മർ ഡ്രസ്സുകളാണ്. നമ്മുടെ സമ്മർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ട് നോക്കി ഡ്രസ്സ് ഇതായിരുന്നു കേട്ടോ. ഇതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അവിടെ കിടക്കുന്നതുകൊണ്ട് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാം. പക്ഷേ ഞാൻ ഇട്ട് നോക്കിയപ്പോൾ ഒട്ടും എനിക്കങ്ങ് ചേർച്ചയുള്ളതായിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ ഇട്ട് നോക്കിയത് ഈ ഒരു ടോപ്പും ബർമുഡ ടൈപ്പ് ഷോർട്സുമാണ്. പക്ഷേ അതിനേക്കാളും കൂടുതൽ എനിക്ക് സെയിം ടോപ്പ് ഞാൻ ഇട്ടുകൊണ്ട് വന്ന ഷോർട്സിൻ്റെ കൂടെ ഇട്ട് നോക്കിയപ്പോൾ കുറച്ചുകൂടെ ഭംഗിയുള്ള പോലെ തോന്നി. പക്ഷേ അതിൻ്റെ ഹുക്കൊക്കെ വിട്ടിരിക്കുകയായിരുന്നു ബാക്കിലത്തെ. അതുകൊണ്ട് ഞാൻ പിന്നെ അതെടുക്കാൻ പോയി. അവിടുന്ന് ഞാൻ ഇറങ്ങി വന്നത് ഇവിടെ കാർഡ് ഫാക്ടറി എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ കയറിയിട്ടോ. നമ്മുടെ ഇവിടെ ഇപ്പോഴും കാർഡുകളൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ബർത്ത്ഡേ അതുപോലെ തന്നെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും പാർട്ടീസിനൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാർഡുകൾ എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ കാർഡിന് ഇപ്പോഴും ഇവിടെ ഭയങ്കര സിഗ്നിഫിക്കൻസ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് കുറച്ച് കാർഡൊക്കെ സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. അപ്പോഴേക്കും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് വിശന്ന് തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി ഞാൻ നമ്മുടെ ഇവിടെ അടുത്തുള്ള ചെന്നൈ ദോശയിൽ കയറി. ഈ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറയാറുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ സ്വിൻഡനിൽ അത്രയും എന്താ പറയുക, നമ്മുടെ ഫുഡ് കിട്ടുന്ന ടൈപ്പ് ഷോപ്പുകളില്ല. പക്ഷേ ഇവിടെ മെനു കാർഡ് കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര എക്സ്പെൻസീവാണ് ഫുഡ് എല്ലാം തന്നെ. ഞാനൊരു മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. കാരണം ഞാൻ മസാല ദോശ കഴിച്ചിട്ട് കുറേ നാളായിരുന്നു. അപ്പോൾ എനിക്ക് മസാല ദോശ കഴിക്കണമെന്ന് 2-3 ദിവസം മുന്നേ ഒരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊരു മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. മസാല ദോശയ്ക്ക് 6.5 pounds ആണ് ആക്ച്വലി. 6.5 pound. അതായത് നമ്മുടെ നാട്ടിൽ 650 രൂപ ഒരു മസാല ദോശയുടെയൊക്കെ ഒരു വില. എനിവേ മസാല ദോശ വിശന്നും കൊണ്ടിരുന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ആസ്വദിച്ച് ഞാൻ മസാല ദോശയൊക്കെ കഴിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു മാംഗോ ലസ്സി ആയിരുന്നു ഓർഡർ ചെയ്തത്. കാരണം കുറച്ച് വെയിലത്തൂടെ നടന്നതുകൊണ്ട് എന്തെങ്കിലും തണുപ്പുള്ളത് കുടിക്കണം എന്നൊരു തോന്നൽ വരും. സാധാരണ മസാല ദോശയുടെയൊക്കെ കൂടെ ആകുമ്പോൾ ഒരു ചായയൊക്കെയാണെങ്കിൽ അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടുത്തെ ചായ എന്നൊക്കെ പറയുമ്പോൾ അവർ നല്ലപോലെ ഷുഗർ ഇട്ടേ തരുള്ളൂ. ഇപ്പോൾ ഷുഗർ കുറച്ച് ഒരുപാട് ഷുഗറുള്ള സാധനങ്ങളൊക്കെ കുടിക്കുമ്പോൾ ഒരു സുഖക്കുറവ് പോലെ തോന്നാറ് സുഖം. അപ്പം നമ്മൾ മാംഗോ ലസ്സി എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ഒരു മിനിമൽ ഷുഗറൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ആ ചൂടിൻ്റെ കൂടെയൊക്കെ നല്ല ബ്ലെൻഡായിട്ടങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ മസാല ദോശയും മാംഗോ ലസ്സിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചൊരു സമാധാനം കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി അടുത്ത് വീണ്ടും ഒരു മലയാളി ഷോപ്പിൽ തന്നെ കയറി. മലയാളി ഷോപ്പ് അല്ല, ഇന്ത്യൻ ഷോപ്പ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള ഷോപ്പ്. അവിടെ ഞാൻ അരി വാങ്ങിച്ചിറങ്ങി. പിന്നെ വീണ്ടും നമ്മൾ വന്ന് 1 pound കടയിലാണ് കയറിയത്. ഇവിടെ നമ്മൾ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. ടൗൺ സെൻറ്ററിലെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്ന് ഒരു വീട്ടിൽ കയറാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. പക്ഷേ അവിടുത്തെ ആളുകൾ അവിടെ ഉണ്ടാവാത്തതുകൊണ്ട് ഞാൻ കുറച്ചേരം പുറത്ത് പോസ്റ്റായിരുന്നു. വീടിനകത്തൊക്കെ കയറിയിട്ട് പിന്നെ നമ്മൾ തിരിച്ചിറങ്ങുന്ന ഒരു ബർത്ത്ഡേ കേക്ക് വാങ്ങിക്കാൻ പോകാനായിട്ടാണ്. അപ്പോൾ അതൊരു ഗോവൻസിൻ്റെ ഫാമിലിയിലാണ് നമ്മൾ പോയി വാങ്ങിക്കുന്നത്. അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ബർത്ത്ഡേ കേക്കാണ്. നല്ല ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ. കമ്പാരിറ്റീവ്ലി കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഒക്കെ കേക്കിനാണെങ്കിലും അതിൻ്റെ മുകളിലുള്ള ക്രീമിനാണെങ്കിലും ഒക്കെ വളരെ ടേസ്റ്റ്. പിന്നെ അവർ നല്ല വൃത്തിക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങിക്കാൻ പോയ ആ ഒരു ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കാമായിട്ടുള്ള നല്ല പോഷ്
ഒരു ഏരിയ പോലെ നല്ല വൃത്തിയുള്ള ഒരു സ്ഥലങ്ങളൊക്കെ. വൃത്തിയുള്ള സ്ഥലം ഞാൻ ഉദ്ദേശിച്ച UK മുഴുവനായിട്ട് വൃത്തിയുണ്ട്, പക്ഷേ ചില സ്ഥലങ്ങളൊക്കെ ഭയങ്കര വൃത്തികേടായിട്ട് ആ ഒരു ഏരിയ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഡ്രഗ് അഡിക്ട്സ് അങ്ങനെയുള്ള ആളുകളൊക്കെ. പക്ഷേ ഈ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കേക്കും ഡെക്കറേഷനും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളൊരു ബർത്ത്ഡേ പാർട്ടിയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ചേച്ചിയുടെ ബെറ്റി ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊക്കെ ഞാനാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ എന്നെ തന്നെ അഭിസംബോധന ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ യാതൊരു കലാവാസന ഇല്ലാത്തൊരു വ്യക്തി എന്നുള്ള രീതിക്കാണ്. അപ്പോൾ ഇങ്ങനത്തെ ഡെക്കറേഷനും പരിപാടിയൊന്നും എനിക്ക് വലിയ വശമൊന്നുമില്ല. പിന്നെ പോരാത്തതിന് നമ്മൾ വളരെ മിനിമലായിട്ടുള്ള കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായുള്ളൂ. കേക്കിൻ്റെ കളറുമായിട്ട് യോജിച്ച് പോകുന്ന കുറച്ച് ബലൂൺസ് ആയിരുന്നു ഞാൻ വാങ്ങിച്ചിട്ട് വന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് വീർപ്പിച്ച് അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ച് വെച്ച് അങ്ങനെ നമ്മൾ വളരെ മിനിമലായിട്ടുള്ള രീതിക്കായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സ്, ഫാമിലി പോലെ തന്നെ നമ്മൾ കാണുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉള്ളു. അപ്പോൾ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്താൽ നമ്മുടെ ഇവിടെ തന്നെ അടുത്തുള്ളൊരു ചേട്ടൻ വീട്ടിലുണ്ടാക്കുന്ന ഫുഡായിരുന്നു. ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ കട്ട്ലേറ്റും ആയിരുന്നു. പിന്നെ അതിൻ്റെ സാലഡ്സും സൈഡ്സും ഒക്കെ ആയിട്ട് ചേട്ടൻ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. കേക്കും കാണാൻ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നല്ല ഭംഗിക്കാണ് ഉണ്ടാക്കി തരുന്നത്. അതും ഹോം മെയ്ഡ് തന്നെയാണ്, നമ്മളിതൊന്നും തന്നെ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല. അപ്പോൾ ഞാൻ എന്താ പറയുക, എല്ലാവരും വരുന്നതിന് മുമ്പ് പാർട്ടിക്ക് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഈ ഡ്രസ്സാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ വീട്ടിലെല്ലാവരും മാത്രം ഉള്ളതുകൊണ്ട് അങ്ങനെ വലിയ ഡ്രസ്സിങ് ഒന്നും ഉണ്ടായില്ല എന്നല്ല, അവിടെ ചെന്ന് ചേച്ചിയുടെ പെട്ടിയിൽ നിന്ന് ചേച്ചിയുടെ ഡ്രസ്സ് തന്നെയാണ് ഞാൻ എടുത്തിട്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കമ്പനിക്ക് ആൾ വന്നു തുടങ്ങി. വീട്ടിലതേ കുഞ്ഞുങ്ങളൊക്കെ ആയി ബഹളായി, അടിപൊളിയായി, സെറ്റായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴേക്കും നമ്മുടെ ബർത്ത്ഡേക്കാരി എത്തി. നമ്മൾ സർപ്രൈസായിട്ട് കൊടുത്തതായിരുന്നു. അങ്ങനെ നമ്മൾ കേക്ക് മുറിക്കാൻ പോയി. ആന്റിക്ക് വെച്ചു കൊടുക്ക്. അടുത്തതായി നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റും ബിരിയാണിയൊക്കെ എല്ലാവരും സെൽഫ് സെർവിങ് ആയിട്ട് എടുത്തു. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഫാമിലി എന്ന് പറയുന്നത് കൊണ്ട് നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്വന്തമായിട്ട് എടുത്ത് കഴിക്കുകയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിപ്പിക്കുകയൊക്കെ ചെയ്ത് നമ്മുടെ നല്ല ടൈംസ് അങ്ങനെ കടന്നു പോകും. ഇങ്ങനെയുള്ള പരിപാടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ആയിട്ടുള്ള ഹസിൽ ബസിൽ ലൈഫിൽ നിന്നൊരു ബ്രേക്ക് എടുക്കാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് കൂടാനൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഗുഡ് മെമ്മറീസ് തരുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.